ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടും. മകം പൂരം ഉത്രത്തിന്റെ കാൽഭാവം എന്ന ചിങ്ങക്കൂറുകാരുടെ മാർച്ച് മാസ ഫലമാണ് പറയുന്നത്. മാർച്ച് മാസത്തിൽ ഇവർക്ക് ഗുണദോഷ മിശ്രത്തിൽ ഗുണവും ദോഷവും കലർന്നിട്ടുള്ളതായിട്ടുള്ള ഒരു സമയമാണ്. അതായത് ഗുണവും ദോഷവും എന്ന് വെച്ച് പറഞ്ഞാൽ ഇവർക്ക് പൊതുവെ ഗ്രഹസ്ഥിതി നോക്കുകയാണെങ്കിൽ മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചിങ്ങക്കൂറ് വെച്ച് നോക്കുമ്പോൾ ചിങ്ങത്തിന്റെ കൂറിന്റെ 4-ാം ഭാവത്തിൽ വ്യാഴവും 5-ാം ഭാവത്തിൽ ശനിയും 6-ാം ഭാവത്തിൽ ശുക്രനും അഷ്ടമത്തിൽ ബുധനും നവമത്തിൽ അതായത് 9-ാം ഭാവത്തിൽ ചൊവ്വയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ ഇവർക്ക് പൊതുവെ ചിന്തിക്കുകയാണെങ്കിൽ മാർച്ചിന്റെ ഏകദേശം 12-ാം തീയതി വരയ്ക്കും വളരെ അനുകൂല സമയമാണ്. ഈ 12-ാം തീയതി വരയ്ക്കും ഇവർക്ക് ചെയ്യാൻ പറ്റാവുന്ന പലവിധ നല്ല കാര്യങ്ങളും ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല ഒരു സമയമാണ്. മാർച്ച് 12 വരയ്ക്കും. അതായത് പൊതുവെ ശുഭകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഭവന നിർമ്മാണത്തിനോടനുബന്ധിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളും പുതിയ സംരംഭങ്ങൾ കെട്ടിപ്പടുത്തുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അതിനായും പുതിയ മേഖലകൾ കണ്ടെത്തുവാനും അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള ഏതുവിധ കാര്യങ്ങൾക്കും മാർച്ച് 12-നകം ചെയ്യുന്നതാണ് ബുദ്ധി. മാർച്ച് 12-ന് ശേഷം വരുന്ന സമയം അത്ര അനുകൂലമല്ല. പൊതുവെ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം തടസ്സം വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ പ്രവർത്തന മേഖലയിൽ അതായത് തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം മാർച്ച് മാസത്തിന് ശേഷം പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും പുതിയ മേഖലകൾ കണ്ടുപിടിക്കാൻ തുടങ്ങുന്നവർക്കും മാർച്ച് 12-ന് ശേഷം അത്ര അനുകൂല സമയമല്ല. അപ്പോൾ അതിനകം തന്നെ ചെയ്യേണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്തു വരിക. അതുപോലെ തന്നെ കടബാധ്യതകൾ മൂലം കഷ്ടപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം ഒരു പരമാവധി ഈ മാസം അനുകൂല സമയം തന്നെയാണ്. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം മാർച്ച് 12-ന് ശേഷം കുറച്ച് കരുതലോടെ ചെയ്യുന്നത് വളരെ ഉചിതമായിരിക്കും. അതായത് പണമിറക്കുക, ധനസംബന്ധമായിട്ടുള്ള ഇടപാടുകൾ കൂടുതലായി ഇറക്കുന്നത് പക്ഷം ധനനഷ്ടം സംഭവിക്കാനുള്ള ഇട കാണുന്നുണ്ട്. അതുപോലെ സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, സ്വർണ്ണാഭരണ മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവർക്കും ഈ മാർച്ച് 12-ാം തീയതിക്ക് ശേഷം അനുകൂലമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മകം നക്ഷത്രക്കാർക്ക് ഏകദേശം 25 വയസ്സ് അല്ലെങ്കിൽ 23 വയസ്സ് വരെയും സുപ്രദശ കാലമാണ്. അത് കഴിഞ്ഞ് വരുന്ന ഒരു 6 വർഷം 31 വയസ്സ് വരെയുള്ളവർക്കെല്ലാം വളരെ ഉചിതപരമായിട്ടുള്ള ഒരു സമയം തന്നെയായിരിക്കും. അപ്പോൾ അവർക്ക് തൊഴിൽ മേഖല കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ആ തൊഴിൽ മേഖലയിൽ തന്നെ ഇവർ പല വിധത്തിലുള്ള ചിന്താഗതിയിലുള്ളവരായി വിദേശ പഠനം അല്ലെങ്കിൽ വിദേശ ജോലി അല്ലെങ്കിൽ വിദേശ പര്യടനം അതുപോലെ തന്നെ വിദേശ പഠനം എന്നിവയെല്ലാം ചെയ്യുന്നവർക്ക് 31 വയസ്സ് വരെയുള്ളവർക്കെല്ലാം അനുകൂല സമയമാണെങ്കിലും പക്ഷെ ഈ സമയത്തിൽ അവർക്ക് അത്ര ക്ലിയർ അല്ല. അത് കാരണം കൊണ്ട് മാർച്ച് 12-നകം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. അതിനുശേഷമുള്ളവർ കുറച്ച് കരുതലോടെ ചെയ്യുക. അതുപോലെ തന്നെ മകം കഴിഞ്ഞാൽ പൂര നക്ഷത്രക്കാർക്ക് ഏകദേശം 28 വയസ്സിന് ശേഷം ഉള്ളവർക്കെല്ലാം അനുകൂല ഫലമായിട്ടുള്ളൊരു ഫലമാണ് 12-ാം തീയതി വരയ്ക്കും. അതിനുശേഷം ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉത്രത്തിന്റെ കാൽഭാഗം വരുന്ന ഒരു സമയമുള്ളവർക്ക് ഏകദേശം 35 വയസ്സ് വരെക്ക് രാഹുർദശ കാലമുള്ളവർക്ക് പൊതുവെ അനുകൂല ഫലമായിരിക്കില്ല. മാർച്ച് 12-ാം തീയതിക്ക് ശേഷം കുറച്ച് ദുരിതങ്ങൾ വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനായി ഈശ്വര ഭജനവും മറ്റും ചെയ്യുന്നത് ഉചിതമായിരിക്കും.
ഗവൺമെന്റ് ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അബദ്ധങ്ങൾ വരുവാനുള്ള സാധ്യത 12-ാം തീയതിക്ക് മേലെ കാണുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവം പരിഹരിക്കുക. അതുപോലെ തന്നെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ 6-ാം ഭാവത്തിലുള്ള ശുക്രൻ 7-ാം ഭാവത്തിൽ വരുന്ന സമയത്ത്, അതായത് ഏകദേശം മാർച്ച് 25-ാം തീയതിക്ക് ശേഷം വരുന്നവർക്ക് അത്ര ഉചിതമല്ല. പക്ഷെ മാർച്ച് 27-ാം തീയതി വ്യാഴത്തിന്റെ രാശിമാറ്റം ധനുവിലേക്ക് വരുന്നത് കുറച്ച് ഗുണകരം തന്നെയാണ്. എങ്കിലും ചാരവശാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഈ മാസത്തിൽ, മാർച്ച് മാസത്തിൽ ചെയ്യേണ്ട മെയിനായിട്ടുള്ള പരിഹാരം എന്ന് വെച്ച് പറഞ്ഞാൽ ശിവനിങ്കൽ ഇളനീര് ധാര അത് ദിവസേന കഴിക്കുകയാണെങ്കിൽ വളരെ ഉചിതം. ഇളനീർ ധാര കഴിക്കുന്നത് വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. മാസത്തിൽ ഒരു പ്രാവശ്യം ഉദയാസ്തമന പൂജ ചെയ്യുന്നതും വളരെ ഉപകാരമായിരിക്കും. ഉദയാസ്തമനോടൊപ്പം തന്നെ ഇളനീർ ധാര ദിവസം കഴിക്കുവാൻ പറ്റാവുന്നവർക്ക് ചെയ്യുക. അല്ലാത്ത പക്ഷം ദിവസേന ശിവക്ഷേത്ര ദർശനം അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി ദർശിക്കുന്നവർക്ക് വളരെ ഉചിതമാണ്. ഈ ഫലങ്ങൾ ചെയ്യുന്നത് പക്ഷം നിങ്ങൾക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും. വ്യാഴൻ പൊതുവെ 27-ാം തീയതി ധനുരാശിയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് 5-ാം ഭാവമായിട്ട് വരുന്നത് ഈശ്വരാധീനം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടെ ചെയ്യുന്നത് പക്ഷം, അതായത് ഏകദേശം ഒരു മാസം കഷ്ടിയേ ഉള്ളൂ. അതിന്റെ ഫലം അറിയണമെങ്കിൽ ഇതിന് പരിഹാരമായിട്ടുള്ള സൂര്യഭഗവാനാണ് ചെയ്യേണ്ടത്. സൂര്യൻ ഈശ്വരനായി കരുതുന്ന കാരണം കൊണ്ട് ശിവന് അങ്ങനെ ചെയ്യുന്ന പക്ഷം ദോഷവിധങ്ങൾ കുറഞ്ഞിരിക്കും.